അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ സർ, ഈ സാധാരണ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തകർ ഉത്തരവാദിത്തപ്പെട്ട പദവിയിൽ നിന്ന് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളും നിരീക്ഷണങ്ങളുമൊക്കെ അതിൻ്റെ ശരിതെറ്റുകളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യേണ്ടത് പൊതുസമൂഹമാണ്. അവർ നടത്തിയ പരാമർശങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് പൊതുജനമാണ്. ആ അർത്ഥത്തിൽ ശശി തരൂർ നടത്തിയിട്ടുള്ള 2 പരാമർശങ്ങൾ, ഒന്ന്, അദ്ദേഹം നരേന്ദ്രമോദിയുടെ അമേരിക്കൻ പര്യടനം വൻ വിജയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. നരേന്ദ്രമോദി എന്നേക്കാൾ മികച്ച നെഗോഷിയേറ്ററാണ് താങ്കൾ എന്ന് ട്രംപ് പറഞ്ഞതിനെ ഒരു വലിയ പ്രശംസാവാചകവും വലിയ ഗ്രേറ്റ് ഗുഡ് ന്യൂസുമായിട്ട് അദ്ദേഹം സ്വീകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇടതുപക്ഷ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിൽ ഒരു വ്യാവസായിക സൗഹൃദാന്തരീക്ഷം ഇല്ല എന്ന് നിരന്തരം പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ MP ആയ ശശി തരൂർ പറയുന്നു കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും സ്റ്റാർട്ടപ്പുകളുടെ റാങ്കിങ്ങിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുൻനിരയിലേക്ക് കേരളം എത്തി, അത് കേരളത്തിൽ മാറ്റത്തിൻ്റെ കാറ്റാണ് എന്ന് തരൂർ പറയുന്നു. തരൂരിൻ്റെ ഈ അഭിപ്രായ പ്രകടനങ്ങളെ പൊതുസമൂഹം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക, പൊതുജനം എങ്ങനെയായിരിക്കും കാണുക താങ്കളുടെ നിരീക്ഷണത്തിൽ? തരൂർ 2 വിഷയങ്ങളാണ് അഭിപ്രായം പറഞ്ഞത്. ആ 2 അഭിപ്രായ പ്രകടനങ്ങളും അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ പ്രഖ്യാപിതമായ നയങ്ങൾക്ക് എതിരായ അഭിപ്രായമാണ്. ഒന്ന്, നമ്മുടെ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനം. 2, കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തിൽ വന്ന മാറ്റങ്ങൾ. ഈ 2 കാര്യങ്ങളിലും കോൺഗ്രസിന് വളരെ വ്യക്തമായ നിലപാടുണ്ട്. ആ നിലപാടിനെ ഞാൻ മാനിക്കുന്നു. അത് ആ പാർട്ടിയുടെ അവകാശമാണ്. ആ പാർട്ടിയുടെ സമുന്നതമായ ഔദ്യോഗിക പദവിയിലിരിക്കുകയും ആ പാർട്ടിയുടെ MP ആയിരിക്കുകയും ചെയ്യുന്ന ആൾ ശശി തരൂർ ഈ വിഷയത്തിൽ അഭിപ്രായം പറയുമ്പോൾ അത് പൊതുസമൂഹം ശ്രദ്ധിക്കാതിരിക്കില്ല. കാരണം പൊതുസമൂഹത്തിന് ഇതിനു മുമ്പിൽ ക്രെഡിബിലിറ്റിയുള്ള, വിശ്വാസ്യതയുള്ള ഒരു നേതാവാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ അതിന് വിശ്വാസ്യതയുണ്ട്. ആ വിശ്വാസ്യതയുടെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിന്റെ ഒരു നല്ല ഭാഗമെങ്കിലും അത് ശരിയായി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെയാണ് കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷത്തെക്കുറിച്ച് അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രകടനവും. പക്ഷേ ഇത് പ്രശ്നമാകുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ദോഷമുള്ളത് കൊണ്ടല്ല, നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉള്ളത് കൊണ്ടുമല്ല. അനാശാസ്യമായ ഒരു അഭിപ്രായ പ്രകടനവും തരൂർ നടത്തിയിട്ടില്ല. പക്ഷേ തരൂർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വല്ലാതെ വ്യതിചലിക്കുകയും ആ പാർട്ടിക്കൊരു എംബാരസ്മെന്റ് ഉണ്ടാകത്തക്ക രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിക്ക് പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ മാറി, എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ അങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അങ്ങനെ ഏതെങ്കിലും താൽക്കാലികമായ താല്പര്യത്തെ മുൻനിർത്തി നിലപാട് മാറ്റുകയും അഭിപ്രായം മാറ്റി പറയുകയും ചെയ്യുന്ന ആളല്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹത്തിന് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഉചിതം എന്ന് തോന്നുന്ന അഭിപ്രായങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അത് തന്റെ പാർട്ടിക്ക് സ്വീകാര്യമാകുമോ, തന്റെ പാർട്ടിക്ക് അത് അഹിതകരമാകുമോ എന്നുള്ള ഒരു വീണ്ടും വിചാരം കാണിച്ചിട്ടില്ല. അതിന്റെ ഭവിഷ്യത്ത് അദ്ദേഹം അനുഭവിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ കഴിയും. സെബാസ്റ്റ്യൻ പോൾ സർ, ഈ തരൂരിന്റെ ഈ അഭിപ്രായ പ്രകടനം വന്ന ഉടനെ താങ്കൾക്കറിയാമല്ലോ, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അതിന്റെ മുന്നൊരുക്കങ്ങൾ പ്രതിപക്ഷത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഗവൺമെന്റിനെതിരായിട്ടുള്ള രാഷ്ട്രീയ ആയുധങ്ങളൊക്കെ മൂർച്ച കൂട്ടുന്ന സമയമാണ് കേരളത്തെ സംബന്ധിച്ച്. ആ ഘട്ടത്തിൽ സർക്കാരിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ ഊർജത്തെയും ഊറ്റിക്കളയുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായി പോയില്ലേ ശശി തരൂരിൻ്റെ? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പറയുന്നു, അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹം പറയുന്നു, കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെയാണ് അദ്ദേഹം അക്കമിട്ട് ചൂണ്ടിക്കാണിച്ചത് എന്നാണ്, അതായത് തരൂരിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ സമൂഹത്തിന് മുന്നിൽ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുന്ന ഒരു ജനപ്രതിനിധി കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഒരു സാധാരണ പ്രസംഗമല്ല തരൂർ നടത്തിയത്. IT രംഗത്ത് സ്റ്റാർട്ടപ്പുകളുടെ വികസനത്തിൻ്റെ കണക്കെടുത്താൽ ലോകത്തിലുണ്ടായതിൻ്റെ എത്രയോ മടങ്ങ് വികാസം കേരളം നേടിയെന്നും ആ കാര്യങ്ങൾ പറയുന്നു. എന്തിനാണ് കേരളത്തെ ഇകഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്നത്? LDFിനോടുള്ള വിരോധം നാടിനോടുള്ള വിരോധമായി മാറരുത് എന്നാണ് മുഖ്യമന്ത്രി ഈ തരൂരിൻ്റെ പേരെടുത്ത് പറയാതെ അദ്ദേഹം നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവന. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷത്തെ ഒന്നാകെ ദുർബലമാക്കുന്ന ഒരു നിലപാടായി പോയില്ലേ ശശി തരൂർ MP എടുത്തത്? അതിൽ ഔചിത്യമുണ്ടോ, അതിൽ രാഷ്ട്രീയ ധാരണക്കുറവുണ്ടായിട്ടുണ്ടോ,
അതോ തരൂർ ബോധപൂർവം ഇരിക്കട്ടെ അങ്ങനെയൊന്ന് എന്ന് തീരുമാനിച്ചതായിരിക്കുമോ? അല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അമേരിക്കൻ സന്ദർശനത്തെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനത്തെക്കാൾ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കേരളത്തെക്കുറിച്ചുള്ള തരൂരിന്റെ ചില പ്രശംസാ വാചകങ്ങളാണ്. അദ്ദേഹം വെറുതെ പറയുന്നതല്ല. അദ്ദേഹം ചില റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി, കണക്കുകളെ അടിസ്ഥാനമാക്കി അദ്ദേഹത്തിൻ്റെതായ പഠനം ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആ അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കേരളത്തിലെ കോൺഗ്രസിന് വല്ലാതെ ബുദ്ധിമുട്ടിലാക്കും, പ്രയാസത്തിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പ്രതിപക്ഷത്തെ ഒരു MP, കോൺഗ്രസിന്റെ MP, അത് ശശി തരൂരിനെ പോലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാമാന്യം ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവ് ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അത് ജനങ്ങളിൽ വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കും. ആ ഇമ്പാക്റ്റിനെ LDF മുഖ്യമന്ത്രി തന്നെ സ്വാഗതം ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് അതിനെ തള്ളിപ്പറയാനുള്ള ബാധ്യസ്ഥരാണ്, അത് തള്ളിപ്പറയുകയും ചെയ്യും. എന്തുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് എനിക്ക് വ്യക്തമായ ഉത്തരം നൽകാൻ കഴിയുന്നുമില്ല.